മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ കേക്ക്, എൻ്റെ ഡ്രസ്സ്, എൻ്റെ തൊപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഏത് കേക്കാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? റെഡ് വെൽവെറ്റ് അല്ല, എന്ന പ്ലം കേക്ക്. ഓരോരോ കടയിൽ ഓരോരോ പേരില് പൊളൈറ്റ് അല്ല, അങ്ങനെ ഏതോ ഒരു കേക്ക്, ഒരുപാട് കേക്ക് പ്ലം കേക്ക് ഉണ്ട് കുട്ടിയെ. പക്ഷേ ഇത് നിങ്ങൾ കഴിച്ചു നോക്കിയ ഇതിൻ്റെ ടേസ്റ്റ് അപാരാണ് കുട്ടിയെ. ബേക്കർ അണ്ണന്മാർ ഓർഡർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കുട്ടിയെ, ഇതിൻ്റെ ടേസ്റ്റ് അപാരാണ്. ഞങ്ങൾ മുണ്ടൂരുകാർ കള്ളം പറയില്ല കുട്ടിയെ, വിശ്വാസം അതല്ലേ കുട്ടിയെ എല്ലാം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് കുട്ടിയെ, ഇതിന് എന്തിനാണ് നമ്മൾ ക്രിസ്മസ് കേക്കിൻ്റെ പ്ലം കേക്ക് എന്ന് പറയണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിന്തിക്കാൻ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ശരിക്കും നോക്കി. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 10-20 വർഷമല്ല, 100-200 വർഷങ്ങൾക്ക് മുമ്പ് കേക്കല്ലായിരുന്നു കുട്ടിയെ. നമ്മൾ കർക്കിടക ഔഷധക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അതേപോലെ റോമിൽ ക്രിസ്മസിന് അവരൊരു കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു കുട്ടിയെ. കഞ്ഞി പോലത്തെ ഒരു സാധനം, അതിലവർ ഓട്സ് അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടും. പ്ലം, അത് ഇപ്പോൾ ഇവിടെ കാണും. ഈ പ്ലം, ഈ ഫ്രൂട്ട് അവർ ഉണക്കിയിട്ട് അതിലിടും. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ത് പറ്റി, ഓട്സിന് പകരം അവർ അതിൽ മൈദപ്പൊടി ഇട്ടു. പിന്നെ ഈ ഫ്രൂട്ട്സും അതെ, നമ്മൾ ഇംഗ്ലണ്ടുകാർ ഈ ഉണക്കമുന്തിരിനെയൊക്കെ അവർ പ്ലം എന്ന് വിളിക്കും. പാവങ്ങൾ, അവർക്ക് ഉണക്കമുന്തിരിയുടെ ഇംഗ്ലീഷ് അറിയാനിട്ടായി ഇംഗ്ലീഷുകാർക്ക് പ്ലം എന്ന് അവർ വിളിക്കും. അങ്ങനെ ഉണക്കമുന്തിരി ഇട്ട് ഉണ്ടാക്കുന്ന കേക്കിനെ പ്ലം കേക്ക് എന്ന് പറയാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ നമ്മൾ ക്രിസ്മസിന് പ്ലം കേക്ക് എന്ന് ഇനി പറയാൻ പാടില്ല. ആര് ചോദിച്ചാലും കുട്ടിയെ ധൈര്യമായിട്ട് പ്ലം കേക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. ആദ്യം നമ്മുടെ വീട്ടിലെല്ലാം അവിടെ ഉള്ളത്, നാട്ടിലുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് പഞ്ചാര, അതായത് നമ്മുടെ പഞ്ചസാര നമ്മൾ എടുത്തു. അത് നമ്മളത് ഒരു കപ്പ്, ആ പിങ്ക് കളർ കണ്ടില്ലേ, അങ്ങനെ നമ്മളത് വലിയ സ്പൂൺ വാങ്ങി കപ്പിൻ്റെ ഷേപ്പിൽ 1 കപ്പ് പഞ്ചാര എടുത്തു. ഇനി ഇതിൻ്റെ 1/2 കപ്പ് നമ്മൾ എന്ത് ചെയ്യും, ക്യാരമലൈസ് ചെയ്യും. പേര് കേട്ട് ഞെട്ടണ്ട കുട്ടിയെ, വളരെ എളുപ്പമാണ്. ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ഒന്നുകൂടെ കാണി. അത് നമ്മൾ ഒരു ചായപാത്രത്തിൽ ഈ പഞ്ചസാര എടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം തന്നെ അതിന്ന് വന്നോളും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. മുന്തിരികൾ 2 കളർ മുന്തിരിയൊക്കെ വാങ്ങാൻ കിട്ടും, 2 കളറും നമുക്ക് വേണം, അതെടുത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ കുട്ടിയെ ഓറഞ്ച് സെസ്റ്റ്, ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും, എടുത്ത് കാണി. അപ്പോൾ ആ ഓറഞ്ച് സെസ്റ്റ് നമ്മൾ ഇതിലിടണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് വെള്ളം വരുന്നത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ തന്നെ കഴിച്ചാൽ കേക്കിലിടാൻ ഒന്നും ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യുക, അത് ഒരു വെള്ളം വരും, അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറും. ആ സമയത്ത് നമ്മൾ 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുക. ആദ്യം അതിൻ്റെ പണി ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാവും. അതിനുശേഷം നമ്മൾ ഈ മുന്തിരി ഇടുക, ഈ ജസ്റ്റ് ഇടുക. എന്നിട്ട് ഇത് തിളക്കട്ടെ. കുട്ടിയെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, നമ്മുടെ കേക്കിൻ്റെ കളറും കേക്കിൻ്റെ ടേസ്റ്റും രുചിയും എല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടി അത് നമ്മൾ ആഡ് ചെയ്യണം. ഇത് എന്തിനാന്ന് വെച്ചാൽ കേക്കിന് നല്ലൊരു ഫീല്, ആ ഒരു സുഖം കിട്ടണം കുട്ടിയെ ഈ ഗ്രാമ്പു പൊടി കൊണ്ടാണ്. നമ്മൾ പൊടികളെല്ലാം കൂടെ ചേർക്കാൻ പോവാണ്. നമ്മൾ 1 കപ്പ് മൈദ, നേരത്തെ കാണിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നു, 1 കപ്പ് മൈദ. അതിൻ്റെ കൂടെ നോക്കിക്കേ, കളർഫുള്ളായിട്ടുള്ള സ്പൂണ്, ചേച്ചി അനിയൻ പോലെയുണ്ട്. അതിൽ മൂത്ത ചേച്ചിയാണ് ബേക്കിംഗ് പൗഡർ. നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇളയ ചേച്ചിയല്ല, അനിയത്തി, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ മതി. പിന്നെ ഏറ്റവും ചെറിയ കുരുത്തം കെട്ട അനിയനാണ് ഉപ്പ്, 1 നുള്ള് ഉപ്പ്. അപ്പോൾ ഇത് 3 നമ്മൾ എന്ത് ചെയ്യുക, മൈദ ഇട്ടിട്ട് ഇത് 3 ഓരോന്നായിട്ട് ഇടാം. ഒന്നും മറക്കരുത്, ഏതെങ്കിലും ഒന്നും മറന്ന കുട്ടി കേക്ക് മാറി അത് പായസമായിട്ട് മാറും. എന്നിട്ട് നമ്മൾ സീവ് ചെയ്യുക, അതായത് പ്രത്യേകിച്ച് ഒന്നില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലക്കാട് ഭാഷയിൽ ചലിക്കുക എന്ന് പറയും. എന്നാൽ പാലക്കാട്ടുകാർക്ക് അത് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല, പാവങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് ചലിച്ചാലും മതി. അടുത്തത് നമ്മൾ 3 മുട്ട എടുക്കുക. എന്നിട്ട് ആ 3 മുട്ട വെള്ളമില്ലാത്ത മിക്സി, അത് പറഞ്ഞിട്ട് മിക്സി കഴുകാതിരിക്കരുത് കുട്ടിയെ. നിങ്ങൾ കഴിയുന്നവരാന്ന് എനിക്കറിയാം, എന്നാലും പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി എടുക്കുക, അതിൽ 3 മുട്ട ഇട്ടിട്ട് 3 മിനിറ്റ് അടിക്കുക. ഇപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും 2 മുട്ടയാണെങ്കിൽ 2 മിനിറ്റ് പോരെ എന്ന്. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. 3 മുട്ട എടുത്ത് 3 മിനിറ്റ് അടിക്കുക. അതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വച്ച പഞ്ചാര, 1/2 കപ്പ് പഞ്ചാര, കഴിക്കാൻ പാടില്ല, അത് ഇതിൽ ചേർക്കാനാണ്, അത് ഇതിൽ ചേർക്കുക. അതിനുശേഷം 1/2 കപ്പ് എണ്ണ. വെളിച്ചെണ്ണ എന്ന് മനസ്സിൽ വിചാരിക്കാൻ പാടില്ല കുട്ടിയെ, സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്, എന്നാലേ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിക്കാൻ കണ്ട. ബൗളിലും വെള്ളം പാടില്ല. നമ്മൾ നേരത്തെ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് സമയം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയെ. അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങളത് ചെയ്ത് വെക്കും. കുട്ടിയെ ബൗളിൽ നമ്മളപ്പോൾ ഈ മുട്ടയുടെ മിശ്രിതം എഗ് മിക്സ്ചർ ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ കാരമലൈസ് ചെയ്തെടുത്ത് വെച്ചില്ലേ നല്ല ഭംഗിയുള്ള കളറിൽ ശർക്കര കളറിൽ അത് നമ്മൾ ഒഴിക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ഇളക്കി വെച്ചില്ലേ കുട്ടിയെ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, അത് എല്ലാം കൂടെ നമ്മൾ ഒറ്റയടിക്കിട്ട് ഇളക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് നമുക്ക് ആർക്കെങ്കിലും എറിയാൻ മാത്രമേ പറ്റൂ, കഴിക്കാൻ പറ്റില്ല. പതുക്കെ ഇടുക, ഇളക്കി കൊടുക്കുക, പതുക്കെ ഇടുക, ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കലിൻ്റെ ഒരു ചരിത്രമുണ്ട് കുട്ടിയെ. ഇംഗ്ലീഷുകാർ പണ്ട്, ഇപ്പം അവർക്ക് അല്ല ഇപ്പോഴും പണ്ട് ബുദ്ധിയുണ്ട്, എന്നാലും പണ്ട് അവർ വിചാരിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ ഓരോ ഇളക്കലിലും ഓരോ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക, അത് നടക്കും. അങ്ങനെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇളക്കലിൻ്റെ ഒരു മത്സരം തന്നെയായിരുന്നു. അങ്ങനെ കേക്ക് പെട്ടെന്ന് ഉണ്ടാവാത്ത കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ ആരും ആ വിശ്വാസം അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കുട്ടിയെ. ഞങ്ങൾ പാലക്കാട്ടുകാർ, ഞങ്ങൾക്ക് ഹിസ്റ്ററിയൊക്കെ നല്ല അറിവുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു അവസരമായിട്ട് ഞാനിത് കാണുകയാണ്. ആരും വീഡിയോ മാറ്റരുത്, ബാക്കിയൊക്കെ നല്ല കണ്ടൻറ്റാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വിശ്വാസമില്ല, നമുക്ക് കേക്ക് പെട്ടെന്ന് ഉണ്ടാവണമല്ലോ, ഈശ്വരാ എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് വിചാരിച്ച് ഒറ്റ വിചാരത്തിൽ നമ്മൾ ഓരോന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ കുട്ടിയെ ഈ രീതിയിൽ കുറച്ചിടുക, ഇളക്കി കൊടുക്കുക, കുറച്ചിടുക, ഇളക്കി കൊടുക്കുക, അങ്ങനെ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേ എടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ ഇടാൻ മറക്കരുത്. ബട്ടർ പേപ്പർ നമ്മൾ വാങ്ങി ആ ട്രേയുടെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ കൊടുക്കുക. കുട്ടികൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പണിയാവട്ടെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ മിശ്രിതം അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് തട്ടി കൊടുക്കണം കുട്ടിയെ, ചെറുതായിട്ട് മതി, ഇത്ര ശബ്ദം വേണ്ട, അല്ലെങ്കിൽ എന്ത് പറ്റും, എയർ ബബിൾസ് വരും. അങ്ങനെ മനോഹരമായിട്ട് നമ്മൾ കേക്ക് ട്രേയിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു ഓവൻ സെറ്റപ്പ്. അതായത് നമ്മുടെ വീട്ടിൽ വലിയ പാത്രം ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തറവാട്ടിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല, വലിയ പാത്രത്തിൽ സെറ്റപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് അത് പ്രീ ഹീറ്റ് ചെയ്യണം, അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ട്രേ അതിൻ്റെ ഉള്ളിൽ വെക്കണം. അതിനുശേഷം ഒരു 35 മിനിറ്റ് കൂടിപ്പോയ ഒരു 40 മിനിറ്റ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് അയൽവക്കത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എത്തി നോക്കുന്ന പോലെ കേക്കിന് എന്ത് സംഭവിക്കണം എന്ന് എത്തി നോക്കണം കുട്ടിയെ. അല്ലെങ്കിൽ കേക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക, 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. പക്ഷെ ഓവനിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ അങ്ങനെ പറ്റില്ല, നമ്മുടെ തലേൻ്റെ ഉള്ളിൽ ചൂടായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഓവനിലാണെങ്കിൽ പ്രീ ഹീറ്റ് 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യുക. 150 ഡിഗ്രി സെൽഷ്യസ് കുട്ടി അതിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണം. എന്നാലും ഒരു 30 മിനിറ്റിന് മുമ്പോ 30 മിനിറ്റ് കഴിഞ്ഞ് ഇടയ്ക്ക് തുറന്ന് നോക്കണേന് ഒരു കുഴപ്പമില്ല കുട്ടിയെ. നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ. എന്നിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് ഇടയ്ക്ക് കുത്തി നോക്കുമ്പോൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ആയിട്ടില്ല, കുറച്ച് നേരം കൂടെ വെക്കുക. കേക്ക് നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് കുട്ടിയെ. നമ്മളപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. കേക്ക് അതുപോലത്തെ ഒന്നാണ്. ഓവനിൽ വെച്ചാൽ ദൈവമേ റെഡിയാവണേ എന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പം അതിനുശേഷം നമ്മുടെ പ്രാർത്ഥന ദൈവം ഉറപ്പായിട്ടും കേൾക്കും. 30-35 മിനിറ്റ് കഴിഞ്ഞിട്ട് കേക്ക് റെഡിയാവും. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓവനിൽ ടിങ് എന്നൊരു ശബ്ദം സാധാരണ എല്ലാ ഓവനിൽ വരും. നിങ്ങളുടെ വന്നില്ലെങ്കിൽ ഓവൻ കടക്കാരനെ കാണിക്കുക. എന്നിട്ട് ആ ഒരു ശബ്ദം വരുമ്പോൾ നമ്മൾ കേക്ക് എടുത്ത് നോക്കുക. നോക്കുമ്പോൾ കുട്ടി എന്തും മനോഹരമായിരിക്കുന്നു കേക്ക്. എന്താ നിങ്ങൾ കാണുന്നില്ലേ, ഇത്ര മനോഹരമായ പ്ലം കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് വെക്കുക, ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. തൊങ്ങനെ ടേസ്റ്റാണ് കുട്ടിയെ, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇത്ര ടേസ്റ്റുള്ള പ്ലം കേക്ക് ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ച് പോകും. ഇതുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് നമുക്ക് അങ്ങനെ ചിന്തിപ്പിച്ച് അവരെ ഇരുത്താനും നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടിയെ. നമുക്ക് ഇതോടെ ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, പക്ഷെ ആ ഒരു മാനേഴ്സ് ഉണ്ടാവില്ല. നമുക്ക് എല്ലാത്തിനും മാനേഴ്സ് വേണം കുട്ടിയെ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. തമ്മിലാണ് കുട്ടിയെ, ഒന്നും വിചാരിക്കണ്ട. കുട്ടിയെ നേരത്തെ ഇരുന്നിട്ട് സൂം ആയില്ല, അതാണ് എണീറ്റ് നിന്നത്. കുട്ടിയത് പെർഫെക്റ്റ് ടെക്സ്ചറാണ് കുട്ടിയെ, എന്താണ് ഭംഗി. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതിന് മുകളിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കേക്കല്ല കുട്ടിയെ. ഇത് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ കാണാൻ പറ്റും. ഓറഞ്ചൊക്കെ നല്ല ഭംഗിയായിട്ട് എന്തൊക്കെയൊക്കെയോ അമ്മ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നമുക്കിത് കഴിച്ച് നോക്കിയാലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുകയാണ്. സോ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല കുട്ടിയെ. ഒന്നും പറയാനുള്ള കുട്ടിയെ, വളരെ സന്തോഷമായി കുട്ടിയെ, സൂപ്പറായിട്ടുണ്ട്. എന്താണ് ടേസ്റ്റ് കുട്ടിയെ, അലിഞ്ഞു പോവാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പ്ലം കേക്കും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കുട്ടിയെ. ഇതാണ് നമ്മുടെ പ്ലം കേക്ക്.
വായിൽ അലിഞ്ഞു പോവുകയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ബാക്കി കാണുക. അല്ലാതെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവില്ല. കഴിച്ചാൽ നമ്മൾ ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും. സൂപ്പറാണ് കുട്ടിയെ, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you in the next video. Have a nice day.